ഹായ് മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സാർ പറയാൻ പോകുന്ന ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മക്കൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് മക്കളെ 35 ആൻഡ് എബോവ് മാർക്ക് മക്കൾ കിട്ടിയിരിക്കും. അതിലൊരു ഡൗട്ടും വേണ്ട. അപ്പം ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഡൗട്ടുകൾ മക്കൾക്ക് ഇപ്പോൾ ഉണ്ടോ അതൊക്കെ ക്ലിയർ ചെയ്തുകൂടാ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പാകത്തിൽ നിങ്ങൾ ഇനിയുള്ള ദിവസം പ്രിപ്പയർ ചെയ്തോളാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത്രയ്ക്കും എളുപ്പം തന്നെയാണ് ഓരോ കാര്യങ്ങളും. അതിൽ ആദ്യത്തത് നമ്മുടെ ജേണൽ എൻട്രി തന്നെയാണ്. ഉറപ്പായിട്ടും ജേണൽ എൻട്രി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ജേണൽ എൻട്രി ഇല്ലാണ്ട് നിങ്ങൾക്കൊരു എക്സാം പേപ്പർ ഉണ്ടാവില്ല. അതും ഒരുപാടൊന്നും തരൂല. ഓക്കെ, ഒരു 5 6 ട്രാൻസാക്ഷൻസേ തരുള്ളൂ. അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതുക എന്നുള്ളത്. അപ്പോൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് സാർ എപ്പോഴും പറയുന്നത് തന്നെയാണ്, ആ പെൻസിലും സ്കെയിലും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വരച്ച് ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഹെഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നരേഷനൊക്കെ കൊടുത്ത് വൃത്തിക്ക് തന്നെ എഴുതാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, അതിൽ ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി ജേണൽ എൻട്രിയുടെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള കുട്ടികൾ പഠിച്ചിരിക്കേണ്ട ജേണൽ എൻട്രികൾ ഏതൊക്കെയെന്നുള്ളത് ആ ചാനലിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മക്കളത് പോയിട്ട് നോക്കുക. ഓക്കെ, അതിൽ മെയിനായിട്ട് ഒന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും, പിന്നെ അതുപോലെ തന്നെ പർച്ചേസ് ഒരു അസറ്റ് പർച്ചേസ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് പർച്ചേസ് ആവാം, ക്രെഡിറ്റ് പർച്ചേസ് ആവാം. അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗുഡ്സ് റിട്ടേൺ. ഓക്കെ, ഒരു പർച്ചേസ് റിട്ടേണോ സെയിൽസ് റിട്ടേണോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ സെയിൽസിന്റെ കേസും ക്യാഷ് സെയിൽസും ആവാം, ക്രെഡിറ്റ് സെയിൽസും ആവാം, അസറ്റ് സെയിൽസും ആവാം, അസറ്റ് ക്രെഡിറ്റിന് സെയിൽസ് ചെയ്യുന്നതൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ആ ഓരോ കാറ്റഗറിയും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ പേയ്മെന്റ് ചെയ്യുന്നതും വിഡ്രോവലും ഒക്കെ ഉൾപ്പെടുന്ന ജേണൽ എൻട്രികൾ മക്കൾ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളാം. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് 4 5 മാർക്കിനായിരിക്കും. ഓക്കെ സെറ്റ് റെഡി സെറ്റ്. പിന്നെ സെക്കൻഡ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഉറപ്പായിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻസ്. ഓക്കെ, അക്കൗണ്ടിങ് ഇക്വേഷൻസ് പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കാണിക്കുന്ന രീതിയിൽ നമുക്ക് എഴുതുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ, എന്താണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലെ. അസറ്റ് ഈസ് ഈക്വൽ ടു ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഫോമിൽ എഴുതുക. ലാബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ഫോമിൽ എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് വന്നു, നമുക്ക് ഒരു 20,000 നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അറിയാലോ ക്യാഷ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് 20,000 വന്നു. അതേസമയം എന്താണ് ക്യാപിറ്റൽ അല്ലെ, ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ 20,000 ഉണ്ടായി. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെ, ലാബിലിറ്റി എന്തായിരിക്കും 0 ആയിരിക്കും. കേട്ടോ, ഇങ്ങനെ നമ്മൾ എഴുതി ന്യൂ ഇക്വേഷൻസ് വെച്ച് നമ്മൾ എഴുതി പോകുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, അത് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. പഠിച്ചുകൂടാ. ഓക്കെ അല്ലേ, സെറ്റ്. ദെൻ അടുത്ത നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് നമ്മളിതാ ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രോബ്ലം. ഓക്കെ, ക്യാഷ് ബുക്ക് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് ബുക്ക് ഒന്നുകിൽ എന്താണ് സിമ്പിൾ ക്യാഷ് ബുക്ക്. ഓക്കെ, ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡബിൾ കോളം. ഓക്കെ, ഉറപ്പാണ് ഡബിൾ കോളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം കോൺട്രാ എൻട്രി. ഓക്കെ, ഡബിൾ കോളം വന്നു കഴിഞ്ഞാൽ അതിൽ കോൺട്രാ എൻട്രി ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ കോൺട്രാ എൻട്രി എഴുതുന്നതിൽ ഇപ്പോഴും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തോളാം. നമ്മളിതാ ഡബിൾ കോളത്തിനായിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് കാണുക, നന്നായിട്ട് ഇരുന്ന് പഠിച്ചോളുക. ഉറപ്പായിട്ടും ക്യാഷ് ബുക്കോ അല്ലെങ്കിൽ ഡബിൾ കോളം ക്യാഷ് ബുക്കോ ഒന്നുകൂടെ ഉണ്ട്, നമ്മുടെ പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്ക്. ഓക്കെ, പെറ്റി ക്യാഷ് ബുക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ജസ്റ്റ് റെസിപ്റ്റ് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് നോക്കുക, അവിടെ അങ്ങോട്ട് എഴുതി കൊടുക്കുക, അത്ര മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത് മിസ്സാക്കണ്ട, നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിച്ചോളാം. ഡബിൾ കോളം ക്യാഷ് ബുക്കിൻ്റെ ഒക്കെ ഫോർമാറ്റുകളും കാര്യങ്ങളും മറക്കാൻ പാടില്ല. ഓക്കെ, ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷ് അതുപോലെ തന്നെ ബാങ്ക് എന്ന് പറയുന്ന 2 കോളം ഉണ്ടാവും. ആ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് ആണെങ്കിൽ ബാങ്ക് കോളം ഉണ്ടാവില്ല, ക്യാഷ് കോളം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ അക്കൗണ്ടിൻ്റെയും ഫോർമാറ്റുകൾ മക്കൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കണം. ഫോർമാറ്റിൻ്റെ ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. റെഡി? ഓക്കെ സെറ്റ്. പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഐറ്റമാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഉറപ്പാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മളെന്താണ് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, മോഡൽ എക്സാമിന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പഠിക്കാതെ പോകണ്ട. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പം മെത്തേഡാണ് ഇവിടെ ടേബിളായിട്ട് സാറ് കൊടുത്തിട്ടുള്ളത്. ഈ 2 ടേബിളും യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് സാറ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വൺ ഷോട്ടൊക്കെ എടുത്തപ്പോൾ ഈ ട്രിക്കിലൂടെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ എളുപ്പമാണ് പഠിക്കാൻ. ഇപ്പോഴും ആ കാര്യത്തിൽ ഡൗട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് എടുത്തിട്ട് കാണുക. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടേബിൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഈ ടേബിൾ ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ ഈ ഒരു ഓർഡർ പിന്നെ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ ടേബിളും ഒന്ന്
വൃത്തിക്കെന്ന് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അത് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്താ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യനിൽ 5-6 മാർക്കിനാണ് വരിക. അത് ഉറപ്പായിട്ട് നിങ്ങൾക്കത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സെറ്റ്, റെഡി. പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു ഐറ്റമാണ്, നമ്മുടെ സ്വന്തം ട്രയൽ ബാലൻസ്. അറിയാലോ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ ഉറപ്പാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 4-5 ഒരു 10ൻ്റെ അടുത്ത് എന്താണ് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ലെഡ്ജേഴ്സ് തരും. അത് എങ്ങനെ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. അപ്പോൾ ട്രയൽ ബാലൻസിൽ ആകെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. അതിൻ്റെ ഫോർമാറ്റ് പർട്ടിക്കുലർ ഡെബിറ്റും ക്രെഡിറ്റും ആണ്. എല്ലാ അസറ്റുകളെയും നമ്മൾ എല്ലാ അസറ്റുകളെയും എക്സ്പെൻസുകളെയും നമ്മൾ എന്താ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുകയും എല്ലാ ലാബിലിറ്റി ഇൻകം ക്യാപിറ്റൽസും നമ്മൾ എന്താ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിലുമാണ് റെക്കോർഡ് ചെയ്യുക. അത് അങ്ങോട്ട് പഠിച്ചോളാം. ഓക്കെ, അപ്പം അസറ്റിലും എക്സ്പെൻസിലും ഒക്കെ ഇപ്പോഴും ഡൗട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം സാർ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട അസറ്റുകൾ, ലാബിലിറ്റികൾ, ഇൻകംസ്, അതുപോലെ തന്നെ എക്സ്പെൻസ്, റവന്യൂ എക്സ്പെൻസുകളുടെയും ലിസ്റ്റാണ്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെച്ചോളാം, പഠിച്ചോളാം. ഓക്കെ, സെറ്റ്. ദെൻ അടുത്ത നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. നമ്മുടെ ഡിപ്രീസിയേഷൻ ആൻഡ് പ്രൊവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ്. ഉറപ്പാണ് ഒരു മെഷീനറി അക്കൗണ്ട് ഒരു പ്ലാന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതെങ്ങനെയൊക്കെ ചോദിക്കാം? അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇതിലിങ്ങനെ അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചോദിക്കില്ല, അത് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. പക്ഷേ എന്തൊക്കെ ഉണ്ട്, നമുക്ക് WDV മെത്തേഡ്, WDV മെത്തേഡിലൂടെയും മെത്തേഡ്, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, SLM മെത്തേഡ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും എന്താണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ഈ 2 മെത്തേഡിലും എങ്ങനെ പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ള പഠിച്ചോളാം. അതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ മെഷീനറി പർച്ചേസ്, ദെൻ ഒരു പോർഷൻ ഓൾറെഡി വാങ്ങിയ ഒരു അസറ്റിന്റെ പോർഷൻ നമ്മൾ സോൾഡ് വിൽക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചോളൂ. അതും എങ്ങനെയാ, നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഇത് രണ്ടും എങ്ങനെ ചെയ്യുന്നു, അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലും ഇത് രണ്ടും എങ്ങനെ ചെയ്യുന്നു എന്നുള്ള പ്രോബ്ലംസ് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചോളാം. സാറ് ഇപ്പം സെപ്പറേറ്റ് തന്നെ നമ്മൾ ഡിപ്രിസിയേഷൻ്റെ ഈ 2 പ്രോബ്ലംസ് കുറച്ച് ടഫായിട്ട് വന്നാലും അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ടൈപ്പ് 2 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നന്നായിട്ട് എടുത്തിട്ട് കാണുക, എന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്തോളുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ ഉള്ള സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് വേറെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചോളാം. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും, ഉറപ്പായിട്ടും ചോദിക്കും. അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇത് ഒരു അഡീഷണൽ മെഷീനറി വാങ്ങുന്നത്, ഒരു പോർഷൻ വിൽക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ബേസിക് ആയിട്ടുള്ളതേ ചോദിക്കുള്ളൂ. വലിയ കാൽക്കുലേഷൻസും കാര്യങ്ങളൊന്നും വരുന്ന നിങ്ങളെ വല്ലാത്ത രീതിയിൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന പോർഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സെറ്റ്, റെഡി. ദെൻ ലാസ്റ്റത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അറിയാലോ, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് 3ൻ്റെതും ഫോർമാറ്റ് പച്ചവെള്ളം പോലെ പഠിച്ചോളാം. ഒന്നും വിട്ടുകൊണ്ട. ഉറപ്പാണ് നമ്മുടെ എസ്സേ ഇതാണ് വരാൻ പോകുന്നത്. അപ്പം ഫോർമാറ്റ് നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ എന്ത് വേണം, അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും എന്നറിയാനോ. ആ അഡ്ജസ്റ്റ്മെന്റുകൾ സാർ ഓൾറെഡി പറഞ്ഞു. ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ് തന്നെ ഫർദർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ഈ 2 എണ്ണവും വരുന്ന എന്താണ് ബാഡ് ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റുകളും 12ഓളം അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്കുണ്ട്. അതിൽ ഈ 5 എണ്ണമെങ്കിലും നിർബന്ധമായിട്ടും ഒരു ഡൗട്ടും ഇല്ലാതെ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യനിലും ഇത് തന്നെ വരും എന്നാണ് നമ്മൾ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതെങ്കിലും മിനിമം കൺഫ്യൂഷനുള്ള കുട്ടികളാണ്, ഇതെങ്കിലും മിനിമം മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. എന്നാലേ നന്നായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായാലും നല്ല വൃത്തിക്ക് പഠിച്ചോ. ഉറപ്പാ മക്കളെ, 35 40 അതിന്റെ എബോവ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഇതിന്റെ ബേസ് തന്നെ വരുന്ന ഒരുപാട് മറ്റു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നല്ല മാർക്ക് 50 ആൻഡ് എബോവ് ചിലപ്പം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പം അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് എക്സാം ചെയ്താൽ. ഓക്കെ, ബൈ.